നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കി. കാസർകോട്ടും കാഞ്ഞങ്ങാട്ടും ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടന്നു. ബസ് ഓട്ടോ ചാർജ് വർധനവുകൾ പിൻവലിക്കണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആർടിഒ ഓഫീസിലേക്ക് മാർച്ച് നടന്നു. നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യ ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വികസന സെമിനാർ നടന്നു. വയോജനങ്ങൾക്കായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രത്യേക പദ്ധതി ഒരുങ്ങുന്നു. ബലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതോത്സവം ശ്രദ്ധേയമായി. മടിക്കൈ ആലമ്പാടി നന്ദപുരം ഗോപാലകൃഷ്ണ ക്ഷേത്രം കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പ്രക്ഷോഭം തുടങ്ങി. 10-ന് അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് നേടിയെടുത്ത ഈ തൊഴിലവകാശങ്ങളും തൊഴിൽ നിയമങ്ങളുമെല്ലാം പിന്തുന്ന നിലപാടുകളാണ്, നയങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾ പുറത്തു വരുന്നത്. അതിനായി രാജസ്ഥാനിലെ സംസ്ഥാന ഗവൺമെന്റാണ് തൊഴിൽ നിയമങ്ങളിൽ ഒട്ടേറെ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് അതിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഈ നിലയിലുള്ള തൊഴിൽ നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നാണ് നിർബന്ധിക്കുന്നത്. അതേ അവസരത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്താനുള്ളതിന്റെ തുടക്കമാണ്. BMS നേതാവ് T കൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, KS കുര്യാക്കോസ്, അബ്ദുൾ റഹ്മാൻ, PP സുന്ദരൻ, PC രാജേന്ദ്രൻ, സുബൈർ പടുപ്പ്, V ശങ്കരൻ നമ്പൂതിരി, K ബാലകൃഷ്ണൻ, സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്, സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്, മേഖല സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക, സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്. പുതിയ ബസ് സ്റ്റാൻഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3-4 വർഷക്കാലം നിരന്തരമായിട്ടുള്ള തൊഴിലാളി സംഘടനകളുടെ പോരാട്ടത്തിന്റെ കാലഘട്ടമായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ദിവസത്തെ പണിമുടക്ക്, അതിനുശേഷം 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്കോളം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായിട്ട് ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് പോയി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന തൊഴിലാളി സംഘടനകൾ പ്രക്ഷോഭരംഗത്തേക്ക് വന്നു. NLU ജില്ലാ പ്രസിഡന്റ് CMA ജലീൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P രാഘവൻ, T കൃഷ്ണൻ, KP ദാമോദരൻ, ഉബൈദുള്ള, ഹസീനാർ, സുബൈർ പടുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ഓട്ടോ ചാർജ് വർധനവുകൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആർടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
പെട്രോൾ ഡീസൽ വില കുറയുമ്പോഴും ബസ് ഓട്ടോ ചാർജ് വർധനവ് പിൻവലിക്കാൻ തയ്യാറാകാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടന്നത്. കാഞ്ഞങ്ങാട് RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബസ് ചാർജ് വർധനവും അതുപോലെ തന്നെ ടാക്സി ചാർജ് വർധനവും എല്ലാം നിലവിൽ വന്നതിന് ശേഷം 9 രൂപയുടെയും 10 രൂപയുടെയും വ്യത്യാസം 1 ലിറ്ററിന് മേൽ കേരളത്തിലുണ്ടായി. അങ്ങനെ വലിയ രീതിയിലേക്കുള്ള വ്യത്യാസം വരുമ്പോൾ ഒരു തവണയെങ്കിലും ഈ വില കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന പോലും കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയില്ല എന്നതാണ് പ്രശ്നം. 1 രൂപ പോലും കുറക്കാൻ അല്ലെങ്കിൽ ആനുപാതികമായിട്ട് കുറവ് വരുത്താൻ ഇത് വർദ്ധിപ്പിക്കാൻ ധൃതി കാട്ടിയിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് കുറക്കാൻ താല്പര്യം കാണിക്കുന്നില്ല? ഇതാണ് പ്രശ്നം. അപ്പം ബസ് ചാർജ് കുറക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ നിരക്ക് കുറക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെയായി ഒരു ആലോചന പോലും നടത്താതെ ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ബസ് മുതലാളിമാർ പറയുമ്പോൾ അതിനേക്കാൾ വേഗതയിൽ തീരുമാനമെടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് അത് കുറക്കാൻ ഒരു തരത്തിലും മെനക്കെടുത്തില്ല. ജില്ലാ പ്രസിഡന്റ് കെ രാജ്മോഹനൻ അധ്യക്ഷനായി. വി പ്രകാശൻ, ശിവജി വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരാറുകാരുടെ കുടിശ്ശിക നൽകാൻ നടപടി വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2014 മുതൽ സംസ്ഥാനത്തെ കരാറുകാർക്ക് 2800 കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട്. ഇതുവരെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നടപടിയായിട്ടില്ല. സിമന്റിന്റെ വിലക്കയറ്റത്തിലും സർക്കാർ ഇടപെടുന്നില്ല. കരിങ്കൽ ചെങ്കൽ കോറികൾക്ക് 7 ഇരട്ടി തുക റോയൽറ്റി നിശ്ചയിച്ചതിലൂടെ സർക്കാർ ഈ മേഖലയിൽ സ്തംഭനാവസ്ഥയ്ക്ക് കാരണമാക്കി. ക്വാറി മേഖലയിലെ സമരം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ വി ചന്ദ്രമോഹനൻ, അലക്സ് പെരുമാൾ, MS പ്രദീപ്, ജാസിൻ ചെങ്കളത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു സെമിനാർ നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള വികസനമാകുമ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് തൊഴിലാളികളുടെ പദ്ധതികൾ അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ലഭ്യമാകുന്ന ഫണ്ട് കൂടി ചേർത്ത് ഏതു വിധത്തിൽ നമുക്ക് ഓരോ വർഷത്തെയും പദ്ധതികൾ രൂപീകരിക്കാം എന്നത് വിവിധ തലങ്ങളിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷം വിദഗ്ധ സമിതികളും മറ്റ് ഘടകങ്ങളും ഒക്കെയുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇവിടെ പദ്ധതിയായി നിങ്ങളുടെ മുമ്പിലെത്തുക. ഇപ്പോൾ ഈ കരട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകളും വക്കീൽ ഉപയോഗങ്ങളും വിദഗ്ധ സമിതികളുടെ ഒക്കെ തന്നെ കൂടിയാലോചന ഫലമായി ഏത് പദ്ധതികൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് മുൻകൂട്ടി അല്ലെങ്കിൽ മുൻഗണന നൽകിക്കൊണ്ട് തയ്യാറാവാം എന്നതിന്റെ ഒരു രൂപരേഖയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്ക് സെമിനാർ അംഗീകാരം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഹമ്മദ് ഷാഫി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP നസീമ ടീച്ചർ, S പ്രീത, K കുഞ്ഞിരാമൻ, കസ്തൂരി ടീച്ചർ, CK അരവിന്ദാക്ഷൻ, സുനു ഗംഗാധരൻ, M ഗൗരി, C രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി UK സുരേന്ദ്രൻ സ്വാഗതവും ഹെബി മാത്യു നന്ദിയും പറഞ്ഞു. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ വയോജന വാർഡ് സഭ നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിലാണ് വാർഡ് സഭ സംഘടിപ്പിച്ചത്. വയോജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പദ്ധതി രൂപവൽക്കരിക്കുന്നതിനാണ് വയോജന വാർഡ് സഭ വിളിച്ചു ചേർത്തത്. ടൗൺ ഹാളിൽ നടന്ന വയോജന വാർഡ് സഭ നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എന്തൊക്കെ പദ്ധതികൾ രൂപീകരിക്കണം എന്നത് നിങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നഗരസഭാ തലത്തിലുള്ള വയോജനങ്ങളുടെ വാർഡ് സഭ സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വർഷങ്ങളായി നമ്മുടെ സർക്കാരിന്റെ നിർദ്ദേശാനുസരണം നമ്മുടെ പദ്ധതികളുടെ 5% തുക വൃദ്ധ ശിശു വികലാംഗം എന്ന ആ ഒരു ഹെഡ് നീക്കിവെച്ച് നമ്മൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ നമ്മൾ ഓരോ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് അവിടെ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും വികസന സെമിനാറുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും വാർഡ് സഭകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും നമ്മൾ അംഗീകാരമാവുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. 2015-2016 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണം ലക്ഷ്യമിട്ടാണ് വാർഡ് സഭ വിളിച്ചുകൂട്ടിയത്. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T കുഞ്ഞികൃഷ്ണൻ,
എൽ സുലൈഖ, ടി അബൂബക്കർ ഹാജി, കൗൺസിലർ എം മാധവൻ, സി ശ്യാമള, വി ശോഭ, PV മോഹനൻ, ഗംഗാ രാധാകൃഷ്ണൻ, കെ അമ്പുഞ്ഞി, വജ്രേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി സുബോധ് സ്വാഗതവും സുകുമാരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സംഘബോധത്തിൽ കരുത്തിൽ കൃഷിയിറക്കി. അജാനൂരിലെ അടോട്ട് പാടത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് വിജയഗാഥ. കൂട്ടായ്മയുടെ കരുത്തിൽ നെൽകൃഷി ഇറക്കിയ കുടുംബശ്രീ പ്രവർത്തകർ പൊൻകതിർ കൊയ്തു. അജാനൂർ പഞ്ചായത്തിലെ അടോട്ടെ 2.5 ഏക്കർ വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. മയൂര കുടുംബശ്രീയിലെ 5 അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഹരിതം സംഘകൃഷി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. കുടുംബശ്രീ അംഗങ്ങളായ വിലാസിനി, സുകുമാരി, മീനാക്ഷി, കല്യാണി, ജാനു എന്നിവർ ചേർന്നാണ് സംഘകൃഷി ഇറക്കിയത്. തികച്ചും ജൈവ രീതിയിലായിരുന്നു കൃഷി. പഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉൾപ്പെട്ട സംഘകൃഷിയുടെ വിജയത്തിന് VP പ്രശാന്ത് കുമാർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ലഭിച്ചിരുന്നു. മേഖലയിൽ ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളെ കിട്ടാൻ ഇല്ലാത്തൊരു അവസ്ഥയിൽ നെൽകൃഷി അതിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിനും ഇത്തരമൊരു കൂട്ടായ്മയിലൂടെ വലിയൊരു ഉദ്യമത്തിനാണ് ഹരിതം ഗ്രൂപ്പ് ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ സംഘകൃഷി മേഖലയിൽ ഗേൾജി ഗ്രൂപ്പ് 180ഓളം ഗേൾജി ഗ്രൂപ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീ നിങ്ങളുടെ കൂട്ടായ്മയിലൂടെയും അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ടും ഇതുവഴി നമ്മുടെ നാട്ടിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസനം ആ മേഖലയിലും വർധനമുണ്ടാക്കുന്ന തരത്തിലുള്ള അജാനൂർ പഞ്ചായത്തിന്റെ സംഘകൃഷി ഗ്രൂപ്പുകൾ വളരെ മുന്നിൽ നിൽക്കുകയാണ്. CDS ചെയർപേഴ്സൺ സുജാതയും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എത്തിയിരുന്നു. വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, വാർഡംഗം VP പ്രശാന്ത് കുമാറും ചേർന്ന് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കൊയ്ത്തിന് നേതൃത്വമേകാൻ CDS ചെയർപേഴ്സൺ സുജാതയും എത്തിയിരുന്നു. ഒരേ മനസ്സോടെ കൃഷിയിറക്കി പരിചരിച്ച് വിജയിപ്പിച്ച നെൽകൃഷി ഇതര കുടുംബശ്രീകൾക്കും മാതൃകയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബെലൈറ്റ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതോത്സവവും മികവിന്റെ ഉദ്ഘാടനവും നടന്നു. ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ തല മെട്രിക് ക്യാമ്പ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ശശീന്ദ്ര ബാബു ഉദ്ഘാടനം ചെയ്തു. വളരെ ബുദ്ധിമുട്ട് ഏറിയ വിഷയമായിട്ടാണ് നമ്മൾ കരുതപ്പെട്ടത്. ഇപ്പോൾ കണക്ക് ഉത്സവമായിട്ട് മാറിയിരിക്കുകയാണ്. ഉത്സവത്തിൻ്റെ പടികളായിട്ട് എൻ്റെ ഇടതുവശത്ത് നിങ്ങൾ രാമാനുജനെയും ആര്യഭടനെയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആരാണെന്ന് അറിയാമല്ലോ അവര്, അല്ലേ? അറിയാം, നിങ്ങൾക്കറിയാം. നിങ്ങളുടെയൊക്കെ പൂർവികരായിരുന്ന 2 കണക്കിൻ്റെ ഭാരതത്തിൽ തന്നെ കണക്കിൻ്റെ മറുകര കണ്ട മഹാന്മാരാണ് ശ്രീനിവാസ രാമാനുജനും ആര്യഭട്ടനും ഒക്കെ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അധികം പറയുന്നില്ല, കാരണം എനിക്കറിയില്ലാത്ത ഒരു വിഷയമാണ് കണക്ക്. ഗണിതോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ഗണിത പഠന പ്രവർത്തനങ്ങളുടെ പ്രദർശനവും നടന്നു. പ്രദർശനത്തിൽ വിവിധതരം അളവുകൾ, വിവിധതരം ക്ലോക്കുകൾ, ഗണിത പതിപ്പുകൾ, സമയ ചാർട്ടുകളും പ്രദർശിപ്പിച്ചു. കേരളീയ ഗണിതശാസ്ത്രത്തിന്റെ സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിക്കപ്പെടുന്ന 1350-1600 കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്ന സംഗമ ഗ്രാമമാധവൻ ഈ സുവർണ്ണ കാലഘട്ടത്തിന്റെ ശുക്രനക്ഷത്രമായി വിശേഷിക്കപ്പെടുന്നു. ഇരിങ്ങാലക്കുടക്കടുത്തുള്ള ഒരു സംഗമ ഗ്രാമത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജന്മം. ഇതേ കാലത്ത് പ്രശസ്തരായ മാധവന്മാർ വേറെയുള്ളതിനാലാണ് ഇദ്ദേഹത്തെ സംഗമ ഗ്രാമമാധവൻ എന്ന് വിളിച്ചു വന്നത്. വേണുരാഹം എന്ന കൃതി രചിച്ചതിനാൽ വേണുരാഹ മാധവൻ എന്നും ഇദ്ദേഹത്തിന് പേരുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ശൈല മാത്യു അധ്യക്ഷയായി. ഹേമലത ടീച്ചർ, ശ്യാമല ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി TP രത്നാകരൻ എന്നിവർ സംസാരിച്ചു. വിജയ് ടീച്ചർ സ്വാഗതവും KN ശ്യാമല ടീച്ചർ നന്ദിയും പറഞ്ഞു. ചാക്യാർകൂത്തിലൂടെ രാമായണ കഥ പറഞ്ഞ സൂരജ് നമ്പ്യാരും സംഘവും. കാസർഗോഡ് ചിന്മയ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചാക്യാർകൂത്ത് ശ്രദ്ധേയമായി. ചാക്യാർകൂത്തിലൂടെ രാമായണ കഥ പറഞ്ഞ് സൂരജ് നമ്പ്യാരും സംഘവും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. കാസർഗോഡ് ചിന്മയ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ വിദ്യാനഗർ ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിലാണ് ചാക്യാർകൂത്ത് അരങ്ങേറിയത്. അദ്ദേഹം ചെയ്തൊക്കെ പ്രവൃത്തികളോ വിദ്യാദാനോ
ഒരു പർവ്വതമാണ്, ധാരാളം പർവ്വതങ്ങളുണ്ട്. ശിവപ്രസാദാണ് വാദ്യോപകരണമായ മിഴാവ് കൊട്ടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെൻഷൻ പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് സമ്മേളനം. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KCS നായർ ഉദ്ഘാടനം ചെയ്തു. അതിനാണ് ഊന്നൽ നൽകുന്നത് എന്ന് അവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ തിരിച്ചു വന്നത്. എന്ന് മാത്രമല്ല, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ നിഷ്പക്ഷമായി വീക്ഷിക്കുന്ന ആർക്ക് മനസ്സിലാവും? ആ അംഗങ്ങൾക്ക് മനസ്സിലായി ഈ സംഘടനയ്ക്ക് മറ്റ് താല്പര്യങ്ങളില്ല. പെൻഷൻകാരുടെ താല്പര്യത്തിന് വേണ്ടി നിരന്തരമായി പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനം പെൻഷൻകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പെൻഷൻകാരൻ്റെ നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുന്നതിനും പുതിയ ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങുന്നതിനും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കുന്ന പ്രസ്ഥാനം. TV നാരായണൻ അധ്യക്ഷനായി. VV ബാലകൃഷ്ണൻ, H പരമേശ്വര, KP ശാന്തകുമാരി, M നാരായണൻ, P കുഞ്ഞമ്പു പൊതുവാൾ, V കുഞ്ഞികൃഷ്ണൻ, K കൃഷ്ണൻ, K കുഞ്ഞികൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. ബാലൻ ഓളിയക്കാൽ സ്വാഗതവും P ശങ്കരൻ നായർ നന്ദിയും പറഞ്ഞു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിളംബര ഘോഷയാത്ര നടന്നു. നെല്ലിക്കാട്ടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിളംബര ഘോഷയാത്ര നടന്നു. കൈലാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര ക്ലബ് പരിസരത്ത് സമാപിച്ചു. ഘോഷയാത്രയിൽ വാദ്യമേളങ്ങളും വേഷങ്ങളും മുത്തുകുടകളും മാറ്റുകൂട്ടി. നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നാട്ടുപച്ച പ്രയാണം തുടങ്ങി. അടോട്ട ജോളി യൂത്ത് സെന്റർ സ്വീകരണം നൽകി. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാട്ടുപച്ച ശാസ്ത്രകലാജാഥ ജില്ലയിൽ പര്യടനം തുടങ്ങി. ഉപഭോഗതൃഷ്ണയും വർഗീയതയും ആത്മീയ വ്യാപാരത്തിനുമെതിരെ ബോധവൽക്കരണവുമായാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥ പ്രയാണം നടത്തുന്നത്. അടോട്ട് ജോളി യൂത്ത് സെന്റർ നൽകിയ സ്വീകരണ യോഗത്തിൽ P മുരളീധരൻ അധ്യക്ഷനായി. M ഗോപാലൻ മാസ്റ്റർ, P കുഞ്ഞിക്കണ്ണൻ, M പൊക്കളൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, VT കാർത്തിയായണി എന്നിവർ സംസാരിച്ചു. വാർഡംഗം VP പ്രശാന്ത് കുമാർ സ്വാഗതം പറഞ്ഞു. ഉറങ്ങാനുള്ള സ്ഥലം എല്ലാം പൂജാമുറി അറ്റാച്ച്ഡ്. ഓ മൈ ഗോഡ്! 5000 സ്ക്വയർ ഫീറ്റിൽ ഒരു നല്ല 2 നില മാളിക. നമ്മുടെ മോള് ഉണ്ണിമായ പഠിച്ചൊരു ഡോക്ടറായ ഒരു സ്റ്റാറ്റസ് ഒക്കെ വേണ്ടടി. കേരള NGO യൂണിയൻ വിദ്യാനഗർ ഏരിയ 27ാം വാർഷിക സമ്മേളനം നടന്നു. വിദ്യാനഗർ ചിന്മയ തേജസ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. വിദ്യാനഗർ ചിന്മയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ശിവശങ്കർ പ്രസാദിനുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത്, ശിവസേനയുടെ എംപിമാർ പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം, സോഷ്യലിസം, സോഷ്യലിസ്റ്റ്, സെക്യുലർ തുടങ്ങിയ പദങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നതിൽ വിഡിത്തമാണ്. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം? V ഉണ്ണികൃഷ്ണൻ, B വിജേഷ്, K മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു.
ISM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27-ന് കാഞ്ഞങ്ങാട്ട് സാമൂഹിക സംവാദം സംഘടിപ്പിക്കും. സംവാദത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നബിനിന്ദ പ്രതികാരമല്ല പ്രതിവിധി എന്ന വിഷയത്തിലാണ് സാമൂഹിക സംവാദം സംഘടിപ്പിക്കുന്നത്. 27-ന് വൈകിട്ട് 4:30-ന് കോട്ടച്ചേരിയിൽ വെച്ച് നടക്കുന്ന സംവാദം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. അലി ഷാക്കിർ മുണ്ടേരിയും അഹമ്മദ് അനസ് മൗലവിയും പ്രഭാഷണം നടത്തും. വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വ്യക്തികൾ സംവാദത്തിൽ പങ്കെടുക്കാനെത്തും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് പടന്ന, അക്ബർ M മുഹമ്മദ് കുഞ്ഞി കാഞ്ഞങ്ങാട് എന്നിവർ സംബന്ധിച്ചു. ചിത്താരി ചാമുണ്ടിക്കുന്ന മീത്തലൈ വീട് തറവാട് തെയ്യംകെട്ട് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു. ചിത്താരി ചാമുണ്ടിക്കുന്ന മീത്തലൈ വീട് തറവാട് തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറയ്ക്ക് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കുറ്റിയടിച്ചു. 2015 ഏപ്രിൽ 20 മുതൽ 23 വരെ തീയതികളിലാണ് തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ഏപ്രിൽ 5-ന് കൂവമളക്കൽ ചടങ്ങും ഏപ്രിൽ 19-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടക്കും. കന്നിക്കലവറയ്ക്ക് കുറ്റിയടിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യ രക്ഷാധികാരി മെട്രോ മുഹമ്മദ് ഹാജി, ചെയർമാൻ രാജൻ പെരിയ, ചാമുണ്ടിക്കുന്ന് ദേവസ്ഥാനം സ്ഥാനികരും കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും എത്തിയിരുന്നു. മടിക്കൈ ആലമ്പാടി നന്ദപുരം ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ കളിയാട്ട ഉത്സവത്തിന് സമാപനം. അനുഗ്രഹം ചൊരിഞ്ഞ തെയ്യങ്ങൾ അരങ്ങിലെത്തി. മടിക്കൈ ആലമ്പാടി നന്ദപുരം ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ കളിയാട്ട ഉത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിന്റെ ഭാഗമായി ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, പൊട്ടൻ തെയ്യം, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. മടിയൻ അത്തിക്കാൽ തറവാട് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പടിപ്പുര സമർപ്പണവും നടന്നു. മടിയൻ അത്തിക്കാൽ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കുടുംബസംഗമം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ ജീവിതമായി ആരംഭിച്ച് ഞാൻ എന്റെ ഭാര്യയും മക്കളും മതി എന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ട് കുറെ കാലമായി. അത് മറ്റൊന്നുകൊണ്ടൊന്നല്ല, നമ്മുടെ പുതിയ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു സംവിധാനമാണ്. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ അവരുടെ സംസ്കാരം കുറഞ്ഞുപോയി എന്നതാണ്. നമ്മുടെ നാടിന്റെ സാംസ്കാരിക തനിമ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബബന്ധമാണ്. ഓരോ വീട്ടുകാരും അവരുടെ വീടും തറവാടും കുടുംബാംഗങ്ങളും അച്ഛനമ്മയും എല്ലാവരും. തറവാട് കമ്മിറ്റി പ്രസിഡന്റ് A കൃഷ്ണൻ അധ്യക്ഷനായി. പടിപ്പുര സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് അംഗം അർജുനൻ തായലങ്ങാടി നിർവഹിച്ചു. മടിയൻകുളം എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ, CV തമ്പാൻ, വയലമ്പ്രം നാരായണൻ, ലീല തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കി. കാസർകോട്ടും കാഞ്ഞങ്ങാട്ടും ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടന്നു. ബസ് ഓട്ടോ ചാർജ് വർധനവുകൾ പിൻവലിക്കണമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ RTO ഓഫീസിലേക്ക് മാർച്ച് നടന്നു. നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷം. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യ ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വികസന സെമിനാർ നടന്നു. വയോജനങ്ങൾക്കായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രത്യേക പദ്ധതി ഒരുങ്ങുന്നു. ബലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതോത്സവം ശ്രദ്ധേയമായി. മടിക്കൈ ആലമ്പാടി നന്ദപുരം ഗോപാലകൃഷ്ണ ക്ഷേത്രം കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.